നഴ്സിംഗ് ഫൗണ്ടേഷനിൽ സ്റ്റുഡൻസ് ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ഇതാണ്. ഡോക്യുമെന്റേഷനെ വെറും റൈറ്റിംഗ് വർക്കായി കാണുന്നത്. പല ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഡോക്യുമെന്റേഷൻ എന്ന് കേൾക്കുമ്പോൾ റെക്കോർഡ്സ്, ചാർട്ട്സ്, നോട്ട്സ് എന്നിവ മാത്രം ഓർക്കും. അപ്പോൾ അത് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ എഴുതേണ്ടത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ ഒരു സീരിയസ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം നഴ്സ് ചെയ്ത കെയർ ക്ലിയർ ആയി രേഖപ്പെടുത്തിയില്ലെങ്കിൽ കെയർ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഡോക്യുമെന്റേഷൻ ഈസി ആയി മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ റൂൾ നിങ്ങൾ ഓർക്കുക. ചെയ്ത കെയർ, കണ്ട ചേഞ്ച്, പറഞ്ഞ ഇൻഫോർമേഷൻ ക്ലിയർ ആയി നിങ്ങൾ രേഖപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, വൈറ്റൽ സയൻസ്. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ 101 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ അത് വെറും നമ്പർ അല്ല, അത് ഫീവർ സൂചിപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്. പൾസ് വളരെ വീക്ക് ആണെങ്കിൽ അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യേണ്ട സിഗ്നൽ ആണ്. BP കുറവാണെങ്കിൽ പേഷ്യന്റ് ഡിസി ആകാനുള്ള ചാൻസ് ഉണ്ടാകും. ഇവ ഡോക്ടറിനും നെക്സ്റ്റ് നഴ്സിനും മനസ്സിലാക്കാൻ ഡോക്യുമെന്റേഷൻ സഹായിക്കും. അതുകൊണ്ട് ഡോക്യുമെന്റേഷൻ പേഷ്യന്റ് കെയറിന്റെ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. ക്ലിനിക്കൽ പോസ്റ്റിംഗിൽ നിങ്ങൾ എഴുതുന്ന ചെറിയ നോട്ട്സ് പോലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നെക്സ്റ്റ് ഡേയിൽ ഡ്യൂട്ടി നഴ്സ് പേഷ്യന്റിനെ കാണുമ്പോൾ പ്രീവിയസ് കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. പേഷ്യന്റ് എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ഒബ്സർവ് ചെയ്തു, എന്ത് കെയർ നൽകി, ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ പേഷ്യന്റ് കെയർ സേഫ് ആകും. അടുത്ത തവണ നിങ്ങൾ ഡോക്യുമെന്റേഷൻ എഴുതുമ്പോൾ എഴുതണം, അതുകൊണ്ട് എഴുതുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതരുത്. എന്റെ റൈറ്റിംഗ് വഴി നെക്സ്റ്റ് നഴ്സ് പേഷ്യന്റിനെ ബെറ്റർ ആയി കെയർ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഡോക്യുമെന്റേഷന്റെ വാല്യൂ മാറിക്കാണാം. നഴ്സിംഗ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് ഇങ്ങനെ ക്ലിനിക്കലായി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. ഇങ്ങനെ സിമ്പിൾ ആയി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.